അതാണ് ഹൃദയത്തിൽ ഞങ്ങളുടെ അതിൽ പറയാറുണ്ട്. ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. സ്വാമിജി എന്ന് പറഞ്ഞ ഔലിയാക്കൽ എന്ന് പറയാം അറബിയിൽ. അവർക്ക് മനസ്സിന്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട്. അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ്. അപ്പൊ സ്വാമിജി എന്റെയും കൂടി ഒരു ഷെയ്ഖാണ് എന്ന് ഞാൻ പറയാണ് ഈ സമയത്ത്. സ്വാമിജിയെ കാണുമ്പോൾ എന്നോട് പലരും പറഞ്ഞു പല കാര്യങ്ങളും സ്വാമിജിയെ കണ്ട് സംസാരിച്ചാൽ നേടും. ഞാനൊന്നും സ്വാമിജിയോട് അങ്ങോട്ട് പറഞ്ഞില്ല. അങ്ങനെ കഴിവുള്ള സ്വാമിജി ആണെങ്കിൽ നമ്മുടെ മനസ്സറിയല്ലോ, സ്വാമിജി ഇങ്ങോട്ട് പറയട്ടെ എന്ന് വെച്ചു. എന്നോട് ആദ്യം തന്നെ സ്വാമിജി പറഞ്ഞത്, ഞാൻ ആദ്യം കഴിച്ച എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ഭക്ഷണത്തിന്റെ തുടക്കമാണ് ആദ്യം സ്വാമിജി തുടക്കമിട്ടത്. ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ചത് 40ാമത്തെ വാർഷികത്തിലേക്കാണ് ഞാൻ വരുന്നത്, ജന്മദിനം. ഈ 40ന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനായത് 40ാമത്തെ വയസ്സിലാണ്. 39 വയസ്സുവരെ അദ്ദേഹം സാധാരണ ഒരു പൗരനായിരുന്നു. 40ാമത്തെ വയസ്സിലാണ് ദൈവം മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി നിശ്ചയിക്കുന്നത്. മുസ്ലിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, 40 വ്യക്തികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം അക്സെപ്റ്റ് ചെയ്യും. 40-നെല്ലാം വിശ്വാസമുണ്ട്. 40 ഞങ്ങൾക്കൊരു പള്ളിയിൽ ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന തുടങ്ങണമെങ്കിൽ 40 ആൾ വേണം. ഒരു പള്ളിയിൽ ഒരു പ്രാർത്ഥന വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തണമെങ്കിൽ 40 ആൾ വേണം. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടു. ഇന്നാണ് ഞാൻ ചിന്തിച്ചത്, ഈ നോട്ടീസ് എടുത്ത് നോക്കിയത്, 40ാമത്തെ ജന്മദിനത്തിനാണല്ലോ സ്വാമിജി എന്നെ ക്ഷണിക്കുന്നത്. അപ്പൊ സ്വാമിജി ആരാണെന്നും സ്വാമിജി എന്താണെന്നും സ്വാമിജി എങ്ങനെയാണെന്നും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതല്ല, ഇനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. 40ന്റെ അവിടുന്ന് അങ്ങോട്ടാണ് ഇനി മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. ഈ കാണുന്ന കെട്ടിടങ്ങളും ഈ കാണുന്ന സന്നിവേശങ്ങളും അല്ല സ്വാമിജി. സ്വാമിജിയുടെ ഹൃദയത്തിൽ കിടക്കുന്ന മറ്റൊരു സ്വാമിജിയുണ്ട്. ആ സ്വാമിജിയെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ സ്വാമിജിയെ നമുക്ക് കണ്ടെത്താനുള്ള ബദ്ധപ്പാടിലാണ്, ആ സ്വാമിജിയെ കണ്ടെത്താനുള്ള ധൃതിയിലാണ് നമ്മൾ. നമ്മുടെ ഒരു പുരുഷായുസ് അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ സമർപ്പിച്ചാലും സ്വാമിജി ആരാണെന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഉറപ്പാണ് ആ കാര്യം. മനസ്സിലാക്കും തോറും പിന്നെയും മനസ്സിലാക്കാൻ ബാക്കി ഉണ്ടാവും. അത്രയും വലിയ സ്ഥാനത്തിരുത്തിയ ദൈവം നിയോഗിച്ച ഒരു മഹാത്മാവാണ് സ്വാമിജി.